എനിക്കൊരു കാര്യം മനസ്സിലായി. ഏട്ടത്തി എന്താ വഴിതെറ്റി പോന്നീന്ന്. ഇതുപോലത്തെ പ്രോത്സാഹനല്ലേ കിട്ടുന്നത്. അപ്പ ആരാലും വഴിതെറ്റും. അപ്പൊ ഇവർക്കെല്ലാവർക്കും അറിയാം ആവണി ആരെ കാണാൻ പോയെന്ന്. എന്ന് ആവണിയുടെ അച്ഛൻ തന്നോട് പറഞ്ഞോ? അതെ വക്കീല്, എന്റെ മുഖത്തൊക്കെ അയാൾ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ അയാളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. വക്കീലെന്താ ചിന്തിക്കണേ? ആവണി ആരെ കാണാൻ പോയത് അറിഞ്ഞിട്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് താൻ പറഞ്ഞപ്പോ ആവണിക്കും ഒരു കുഴപ്പമില്ല. പിന്നെ കൂടെ നടക്കുന്ന സുധയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. തന്നെയല്ല, ആവണിയുടെ ഭാഗത്താണ് ന്യായം എന്ന് അവരെല്ലാവരും വിശ്വസിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് തനിക്ക് എന്താ തോന്നുന്നേ? ആവണി ആരെയായിരിക്കും കാണാൻ പോയത്? അവളുടെ രഹസ്യ കാമുകനെ, അല്ലാണ്ട് ആരെ? ഞാൻ ഇതുവരെ തന്നോട് പറയാതിരുന്നൊരു കാര്യം ഞാൻ പറയാം. തന്നോട് പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ തൻ്റെ മുഖത്തിപ്പോൾ ഒരു ടെൻഷൻ കാണും. അതുകൊണ്ട് പറയുക, ആവണി പൈസ ഇട്ട് കൊടുത്താലുള്ള കംപ്ലീറ്റ് CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. അവളും അയാളും പൈസ കൈമാറുന്നതിൻ്റെ ആണോ? അല്ലല്ല, അയാൾ പൈസ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ATM CCTV. വക്കീലേ, ഈ കേസ് നമുക്ക് ജയിക്കണം. അവളെ മാത്രമല്ല, അവളുടെ അച്ഛനും എൻ്റെ കാലെ പിടിച്ച് കരയണം. കേസിൻ്റെ കാര്യമൊക്കെ താൻ എനിക്ക് വിടും. എന്നൊരു കാര്യം മോനാ, ഇതുപോലുള്ള തെളിവിൻ്റെ കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ടോക്കിന് പോകുമ്പോൾ അവിടെ പറയരുത്. ഇല്ല വക്കീലേ, ഇപ്പൊ എതിർപക്ഷം സ്ട്രോങ് ആയി. അവളുടെ കൂടെ ഇപ്പോൾ ആൾക്കാർ കൂടിക്കൂടിയിരിക്കുക. ഓരോ അടിയും നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. വേറൊരു കാര്യം കൂടിയുണ്ട് വക്കീലെ. ആ മദനൻ സത്യം പറയാൻ വേണ്ടി കോടതിയിലോട്ട് വരും. എന്നാ ആര് പറഞ്ഞു എന്നോട്? ആവണി. ആ, എന്നാ അവൻ്റെ പണി പോയത് തന്നെ. വക്കീലെ, എനിക്കിപ്പോ ചെറിയ പേടി തോന്നി തുടങ്ങി. അവളെ തളർത്താൻ നോക്കും തോറും അവള് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. താൻ പേടിക്കാതോ, തൻ്റെ കൂടെ ആരില്ലെങ്കിലും ഞാനുണ്ട്. ആ പ്രകാശ, ഞാൻ ഇറങ്ങി. ഞാൻ ഇപ്പോൾ വരും. ശരി വക്കീലേ, ഞാൻ ഇറങ്ങാം. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇയാൾ ഓരോന്ന് പറഞ്ഞു എന്നെ കൂടെ പേടിപ്പിക്കുന്നു. അമ്മ സൂക്ഷിച്ച്, തലമുട്ടല്, തല. അമ്മ, ഞാൻ എത്ര തവണ ഈ പ്രകാശേട്ടനോട് പറഞ്ഞാന്നറിയോ അമ്മേന്റെ അടുത്തൊന്നു കൊണ്ടുവിടാൻ.
സാരമില്ല മോളെ, വിശേഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. 3 മാസം നല്ല റെസ്റ്റ് വേണം കേട്ടാ. ശരിയമ്മ. പ്രകാശേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ അമ്മയുടെ റൂമെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. യശോദാമ്മയ്ക്ക് സുഖമായല്ലോ അല്ലേ? ശരീരം സുഖമായിട്ട് എന്താ കാര്യം, മനസ്സിന്റെ സുഖം പണ്ടേ പോയില്ലേ. അതെന്താ യശോദാമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ പിന്നെ സംസാരിക്കാം അമ്മ. യശോദമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, കിടക്കട്ടെ. നീ എന്നെ അങ്ങനെ കിടത്താൻ നോക്കണ്ട. മക്കളെ റൂമിലേക്ക് ആക്ക് അമ്മേനെ. അതെന്താടി യശോദാമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ ആർക്കും എന്നെ കണ്ണിന് പിടിക്കില്ല. അത് കയ്യിലിരിപ്പിന്റെയാ. അതുകൊണ്ടല്ലേ മോഹനേട്ടൻ ഡിവോഴ്സ് ഫയൽ ചെയ്തത്. എനിക്കതല്ല മനസ്സിലാവാത്തത്. അമ്മ എല്ലാം അറിഞ്ഞിട്ടും എന്താ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേന്നാ. ഡിവോഴ്സോ? ഇതെന്താ അമ്മ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? ഡിവോഴ്സ് എന്ന് വെച്ചാ വിവാഹമോചനം. വക്കീൽ നോട്ടീസൊക്കെ വന്നു. ഗതികെട്ട് മോഹനേട്ടൻ അയച്ചതാ. നീ നിന്റെ കാര്യം നോക്കി പോയാ അഞ്ജു. ഞാൻ മാത്രല്ല, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവാ. നിങ്ങൾക്കും പോവാ. ഞാൻ തൽക്കാലം അമ്മയുടെ കാര്യം നോക്കാൻ പോട്ടെ. ഇതും അഞ്ചു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണോ? പറ അവിടെ, ഈ പറഞ്ഞത് സത്യമാണോന്ന്? അമ്മ അത് സത്യമാണോ അല്ലയോ? സത്യമാണ്. ഇതെന്തൊരു മഴയത്, ഇന്നങ്ങ് തീരണ പറ്റില്ല. എന്തു പറ്റി? ഇവളും മോഹനും ഡിവോഴ്സ് ആവുന്ന വിവരം ദാസേട്ടൻ അറിയായിരുന്നോ? ദാസേട്ടൻ അറിയായിരുന്നോന്ന്? അറിയായിരുന്നു. എന്നിട്ട് നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ വിചാരിച്ചു ഇവിടെ ചെറിയ എന്തോ വിഷയമാണെന്ന്. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞതാ തിരിച്ചു പോവാന്ന്. പക്ഷെ മക്കളെ വിട്ടിട്ട് വരാൻ അവൾ തയ്യാറല്ല. ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ദാസേട്ടൻ ഇവളെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്ന കാര്യം പറയുന്നത്. നീ ഈ വാർത്തകളൊന്നും കാണാറില്ലേ സരസ്വതി? ഇവളോട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് അവളുകൂടി നഷ്ടപ്പെട്ട നീതി വേണം പറഞ്ഞ് കരഞ്ഞിട്ട് നല്ല കാര്യമുണ്ട്. അതിലും നല്ലതല്ലേ ഇവളുടെ കൂടെ നിൽക്കുന്നത്? ഇവളുടെ കൂടെ നിൽക്കാനാ എൻ്റെ തീരുമാനം. ആ മോളെ കത്തേക്ക് വെക്കോ, ചെല്ല്. നീ വിഷമിക്കാതെ സരസ്വതി, എല്ലാം ശരിയാവും.
ആരാ? മനസ്സിലായില്ല. പ്രകാശനില്ലയോ? പ്രകാശനുണ്ട്. അല്ല, ആരാന്ന് പറഞ്ഞില്ല. ഞാൻ രഘു. അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു വസ്തുവിന്റെ കാര്യത്തിലാണ്. വിളി. എന്നാ ചേട്ടൻ ഇരിക്കെ, ഓ ഞാൻ പ്രകാശനെ വിളിച്ചിട്ട് വരാം. ഓ ഓ ആരാ? മനസ്സിലായില്ല. ഞാൻ രഘു. കഴിഞ്ഞ ദിവസം ഒരു വസ്തു വിൽക്കുന്നതിനെ പറ്റി ഫോണിൽ സംസാരിച്ചില്ലേ? ഓർമ്മയുണ്ട്. അഞ്ജു, രേഖന് കുടിക്കാൻ എന്തെങ്കിലും എടുത്ത്. ഇപ്പൊ എടുക്കാട്ടോ. പറയാ ചേട്ടാ, എത്ര സ്ഥലമുണ്ട്? ഈ ലൊക്കേഷൻ എവിടെയാ? കുറച്ച് ദൂരെയാ. ദൂരെ എന്ന് പറയുമ്പോ ഞാൻ ഈ എറണാകുളത്തുള്ള സ്ഥലം മാത്രമേ ഡീൽ ചെയ്യാറുള്ളേ. ഞാൻ ഈ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോ എന്റെ വസ്തു വിൽക്കാൻ പ്രകാശനാണ് പറ്റിയ ആളെന്ന് മനസ്സിലായി. നാട്ടിലും പ്രകാശിന്റെ ബിസിനസിനെ പറ്റി നല്ല അഭിപ്രായമാണ്. അത് എന്റെ സത്യസന്ധത കണ്ടിട്ടേ നാട്ടുകാർ മൊത്തം പറയുന്ന. പ്രകാശൻ ആ സ്ഥലം കച്ചവടമാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അത് ഞാൻ ഏറ്റ്. ചേട്ടനെ എനിക്ക് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കോ? ഓ, ദൂരം ഒന്നൊരു പ്രശ്നമല്ലെന്നേ. എനിക്കത് മതി. കുടിക്ക്. വിലയൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് ആ വസ്തു ഒന്ന് കച്ചവടമാക്കണം. എൻ്റെ മോടെ ഒരു കല്യാണത്തിന്റെ ആവശ്യത്തിന്. അത് ഞാൻ ഏറ്റെന്ന്. ആ കൈയൊന്ന് നീട്ടി. എന്തിനാ? അയ്യോ, ഇതൊന്നും വേണ്ട. കച്ചവടം കഴിഞ്ഞിട്ട് മതി. ഇതിരിക്കട്ടെ. ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. പോരാട്ടാ. നിന്റെ വീടിനുള്ളിലാ ഞാനുള്ളത്. നീ എവിടം വരെ പോടി ആവടി. നീ ഇട്ട് തന്ന പൈസ തന്നെ ഞാനിപ്പോ പ്രകാശനം. ഞാൻ ആരാണെന്ന് ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചു പറയട്ടെ. നിങ്ങൾ തമ്മിൽ അറിയോ? ഇല്ല, എവിടെയോ വെച്ച് കണ്ട് പരിചയം, അത്ര. ഇത് ചേട്ടന്റെ ഭാര്യ ആവണി. നമസ്കാരം. കണ്ടതി സന്തോഷം. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. പ്രകാശിനൊരു വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പ്രകാശിന്റെ ചേട്ടന്റെ ഭാര്യയെ. എന്തു ചേട്ടത്? ഓക്കെ അല്ലേ? അമ്മ ഇതെങ്ങോട്ട് പോന്നു? താഴേക്ക് പോടി. അച്ഛനെ കുറച്ച് ചൂടുവെള്ളം വേണം. അമ്മ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ താഴോട്ട് പോയാല്? നീ എന്ത് മാറിയിക്കടി. അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാകാത്തത്? അകത്തേക്ക് പോ.
എന്താ എന്താ പ്രശ്നം? എനിക്കറിയില്ല. ചേട്ടന് കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് പോയതാ. ഇവളെന്നെ വിടുന്നില്ല. വെറുതെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക. ഇപ്പൊ എനിക്ക് ചൂടുവെള്ളം വേണ്ട, തൽക്കാലം ഞാൻ അകത്തേക്കോ. അതെന്താ നിങ്ങൾക്ക് ഇപ്പൊ ചൂടുവെള്ളം വേണ്ടാത്തത്? വേണ്ടെന്നേ, നീ ഇപ്പൊ പോ. ഇവളുടെ ഈ സ്വഭാവമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ കാരണം. അത് നിങ്ങൾ മറക്കണ്ട. എന്താ മോളെ പ്രശ്നം? അച്ഛാ, അയാൾ താഴെ വന്നു. ആര്? ആ രഘു. അയാൾ അകത്ത് വന്നോ? പ്രകാശിന്റെ കൂടെ എന്തോ സ്ഥലക്കച്ചവടം എന്ന് പറഞ്ഞു കൂടിയതാ. സ്ഥലക്കച്ചവടം? അതെ അച്ഛാ, ആ പേരും പറഞ്ഞ് ഇവിടെ കയറിക്കൂടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. തൽക്കാലം അയാൾ വന്നത് അമ്മ അറിയണ്ട. മോള് വാ. അമ്മേ, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പൊ അറിയാതെ പറഞ്ഞു പോയതാ. സോറി. ഞാൻ വന്നപ്പോൾ മുതൽ നിന്നോട് ചോദിക്കുക എന്താ നിന്റെ പ്രശ്നമെന്ന്. നീ പറഞ്ഞു നിനക്ക് ഒരു പ്രശ്നമില്ലാന്ന്. ഇവിടെ ബാക്കിയുള്ള ഓരോരുത്തരുടെയും വായിൽ നിന്നാണ് ഞാൻ നിന്റെ പ്രശ്നങ്ങൾ അറിയുന്നത്. മോഹനുമായിട്ടുള്ള പ്രശ്നം, അഞ്ജു ഇവളും തമ്മിലുള്ള പ്രശ്നം, ഇപ്പൊ യശോദാമ്മ കയറി വന്നപ്പം അവരുമായിട്ടുള്ള പ്രശ്നം. ശരിക്കും ഈ വീട്ടിൽ നിനക്ക് പ്രശ്നം ഇല്ലാത്തതാരുമായിട്ടാ? വീണ്ടും ആദ്യം മുതൽ തുടങ്ങല്ലേ. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം പറയാം, പോരെ? ഈ പോരെ പോരെ പറഞ്ഞേ ഇപ്പൊ മകളും മരുമനും രണ്ട് വഴിക്കായി. രണ്ടു വഴിക്കായെങ്കിലേ അത് അയാളുടെ കയ്യിലിരിപ്പുണ്ടാ. അമ്മയ്ക്ക് അവിടെയാ കൂരെങ്കിൽ അമ്മ അവിടെ പോയി നിൽക്ക്. മനുഷ്യൻ ഇവിടെ ഏത് മാനസികാവസ്ഥയിലാന്ന് പോലും ചിന്തിക്കാതെ. അതല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, എന്താണ് നിന്റെ മാനസികാവസ്ഥയെന്ന് പറയാൻ എനിക്കിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ? അമ്മ എന്താന്ന് വെച്ചാ ചെയ്. കണ്ടോ അവള് പറഞ്ഞിട്ട് പോയത് കണ്ടോ? വായും വെച്ച് മിണ്ടാതിരുന്നൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഇതൊക്കെ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ അതാ കുഴപ്പം. നിങ്ങൾ അവക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. മോഹന, എടാ നീ അവളുടെ മുമ്പിൽ തോറ്റുപോയാ? ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മ. നീ എന്ത് ശ്രമിക്കുന്നുണ്ടെന്ന്? അവള് അച്ഛന്റെ അമ്മയുടെ കൂടെ ആടിപ്പാടി നടക്കുകയല്ലേ? നീയല്ലേ എന്നോട് പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ സന്തോഷ വാർത്ത ഉണ്ടാവുന്ന്? എന്നിട്ട് എവിടെ സന്തോഷ വാർത്ത? അമ്മേ, എന്തെങ്കിലും വേണോ അമ്മേ? നീ ഇപ്പൊ ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലേ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ വയ്യാതിരിക്കുമല്ലേന്ന് ഓർത്താ ഞാൻ വന്നത്. എടി, ഞാൻ വീണ് കിടന്നപ്പോഴേ നിന്റെ മുഖത്തെ ചിരി ശരിക്കും കണ്ടതാണ്. ചുമ്മാ ഓരോന്ന് പറയല്ലേ അമ്മ. അമ്മ വീണ് കിടന്നപ്പോ ആംബുലൻസ് വിളിച്ച് അമ്മയെ കയറ്റി വിട്ടത് ഞാനും അഞ്ചും കൂടിയല്ലേ? അതൊക്കെ അമ്മ മറന്നുപോയോ? യശോദേ, ഒന്നും മറന്നിട്ടില്ല. ഈ പറഞ്ഞ ഓരോ കാര്യവും, നീ പറഞ്ഞ വെല്ലുവിളി ഇതാ ഇവിടെ ഇങ്ങനെ മൂളുന്നുണ്ട്. വയ്യാതെ കിടന്നാലും എന്നോടുള്ള ദേഷ്യം മാറില്ലേ അമ്മേ? ഒരു ചത്ത് കിടന്നപ്പോൾ നിന്നോടുള്ള ദേഷ്യം മാറൂല, പിന്നല്ലേ വയ്യാണ്ട് കിടന്നാല്? ചുമ്മാതല്ല പണ്ട് നിങ്ങളെ ഡ്രാക്കുളാന്ന് വിളിച്ചിരുന്നത്. അതേടി, ഞാൻ ഡ്രാക്കുളയാ. നിന്റെ നാശം കണ്ടിട്ടേ ഞാൻ അടങ്ങും. ഇങ്ങോട്ട് കയറി വന്ന എന്നെ വേണം പറയാൻ. ഇനി നിങ്ങൾ വീണ് കിടന്ന് വിളിച്ചാൽ പോലും ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. എന്റെ നാശം കാണാൻ പറ്റുമെന്നേ നിങ്ങളൊന്ന് നോക്ക്.
വയ്യാതിരിക്കുന്നവരെ കണ്ട് സന്തോഷിക്കാൻ പാടില്ലെന്നാ. പക്ഷെ കഴുത്തിൽ കോളറൊക്കെ ഇട്ട് നിങ്ങളെ കാണാൻ നല്ല ചന്തമുണ്ട്. വയ്യാതിരിക്കല്ലേ, പൊടിക്കൊന്ന് അടങ്ങ്. ആ പിന്നെ അമ്മേ, ഈ കഴുത്തിലിട്ടിരിക്കുന്ന സാധനേ കഴുത്ത് റെഡിയായാലും കളയണ്ട. കയ്യിലിരിപ്പ് ഇതായതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. നീ എന്റെ അമ്മേനെ എന്ത് ചെയ്യൂടി? അത് ഞാനിപ്പോ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ അമ്മയും ഇങ്ങോട്ട് എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ തിരിച്ചും ചെയ്യുന്നത്. പിന്നെ നേരത്തെ ചെയ്ത പോലത്തെ തരം താഴ്ന്ന പണികളും കൊണ്ട് ഇങ്ങോട്ട് വരരുതേ. കുറച്ചുകൂടെ മെച്ചപ്പെട്ട പണികളാ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാ. എടാ, ഞാൻ കുറച്ചു ദിവസം മാറി നിന്നപ്പോഴത്തേക്കും ഇവളങ്ങോട്ട് വളർന്ന് പന്തലിച്ചല്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്ക്. ഇപ്പൊ അമ്മ വന്നില്ലേ, ഇനി അമ്മ വേണം അവളെ ഒതുക്കാൻ. അയ്യോ അമ്മ, നിങ്ങളിങ്ങനെ പോകണ്ട. ഞാൻ എൻ്റെ കാറിൽ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാം. വേണ്ട മോനെ, ഞങ്ങൾ പൊക്കോളാം. അമ്മ കുഴപ്പമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ആ ബാഗ് എടുത്തേ.